നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജാവ് കളി 8ആയി മടക്കി വിജയൻ പോക്കറ്റിലിട്ടോളണം. കൂടുതൽ തമ്പ്രാൻ കളിയുമായി ഇങ്ങോട്ട് വന്നേക്കരുതെന്ന ലൈനിൽ CPI. രാജാവ് കളിക്കാൻ ചെന്ന് ജനം ഒടിച്ചും മടക്കി മൂലക്കിരുത്തിയില്ലേ? ഇനിയെങ്കിലും നന്നായി കൂടെ എന്ന് പച്ചയ്ക്ക് ചോദിച്ച് CPI കനപ്പിക്കുമ്പോൾ ഹാലിളകി നിൽക്കുകയാണ് പിണറായി. ഒരിഞ്ച് പിന്നോട്ടേക്കില്ലാതെ CPM-നെയും പിണറായിയെയും കടിച്ചു കീറി CPI സ്കോർ ചെയ്യുന്നു. ഒന്ന് പിളർന്നാണ് രണ്ടായത്. ഈ പോക്കാണെങ്കിൽ പുറത്തേക്ക് പോകാൻ തന്നെയാണ് CPI തീരുമാനം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ശൈലിക്കെതിരെ CPI കടുപ്പിക്കുകയാണ്. സെപ്റ്റംബർ 10-ന് ചേരാൻ നിശ്ചയിച്ചിരിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. വരാനിരിക്കുന്ന LDF യോഗം പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ കൂടെ CPM CPI പത്രങ്ങൾ പരസ്പരം വെടിവെപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിണറായിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് CPIയുടെ ജനയുഗം പത്രത്തിൽ വന്ന ലേഖനത്തിൽ പൊള്ളി നിൽക്കുകയാണ് ഇപ്പോൾ CPM. ഇതിന് മറുപടി കൊടുക്കാൻ ദേശാഭിമാനി ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നു. ലേഖനത്തിൽ കലിപൂണ്ട് ഡയലോഗ് അടിച്ചുവന്ന ശിവൻകുട്ടിയെ പറപ്പിച്ച് CPI വീണ്ടും രംഗത്ത്. ഇതോടെ ഇടതുപക്ഷത്ത് കൂട്ടയടി തുടങ്ങിയിരിക്കുകയാണ്. CPM CPI പോര് കടുത്ത രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പിണറായി വിജയന്റെ നിലപാടിനെതിരെ CPI മുഖപത്രമായ ജനയുഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി എഴുതിയ ലേഖനമാണ് പുതിയ വിവാദത്തിന് വഴിവെച്ചത്. മുന്നണി രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട മര്യാദയും ധാർമ്മികതയും പിണറായി വിജയന്റെ പ്രസ്താവനയിൽ ഉണ്ടായില്ല എന്നാണ് ലേഖനത്തിലെ വിമർശനം. ഇതിന് പിന്നാലെ CPIക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശിവൻകുട്ടി രംഗത്ത് വന്നത്. പിണറായി വിജയന്റെ ഏകപക്ഷീയ നിലപാട് LDFനെ ശക്തിപ്പെടുത്താനാണോ ദുർബലപ്പെടുത്താനാണോ എന്ന ചോദ്യമായിരുന്നു ജനയുഗം ലേഖനം ഉയർത്തിയത്. ക്യാപ്റ്റനെ പറഞ്ഞപ്പോൾ തന്നെ അങ്ങ് ശിവൻകുട്ടിക്ക് പൊള്ളി. ഉടനെ അങ്ങ് ചാടിയിറങ്ങി കലിപ്പിച്ചു. CPI ആണ് രാഷ്ട്രീയ മര്യാദ ലംഘിച്ചതെന്ന് ശിവൻകുട്ടി അലറി. ശിവൻകുട്ടി നടത്തിയ പ്രതികരണം LDFലെ ഭിന്നത കൂടുതൽ പരസ്യമാക്കി. മുന്നണിയെ ശക്തിപ്പെടുത്താൻ താൽപര്യപ്പെടാത്ത പാർട്ടിയാണ് CPI എന്നും CPI ആണ് രാഷ്ട്രീയ മര്യാദ ലംഘിച്ചതെന്നും ശിവൻകുട്ടി ആരോപിച്ചു. ജനയുഗത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് നിർഭാഗ്യകരമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സ്വീകരിച്ച നടപടി ജനാധിപത്യപരമാണെന്നാണ് ശിവൻകുട്ടിയുടെ വാദം. ഈ പദവി നേരത്തെയും CPM ആണ് കൈകാര്യം ചെയ്തിരുന്നതെന്നും അത് മാറേണ്ട സാഹചര്യമില്ല എന്നും ശിവൻകുട്ടി ആവർത്തിച്ചു. മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പത്രങ്ങളിലൂടെ പുറത്തു പറയുന്ന രീതിയെയും ശിവൻകുട്ടി ചോദ്യം ചെയ്തു. തങ്ങളുടെ ഭാഗമാണ് ശരിയെന്നും ഞങ്ങൾ പിടിച്ച മുയലിനാണ് 4 കൊമ്പ് എന്ന പക്ഷക്കാരനായിട്ട് ഇപ്പോൾ ശിവൻകുട്ടി നിൽക്കുകയാണ്. അതായത് പിണറായി രായാവ് തന്നെയാണെന്ന് ശിവൻകുട്ടിയും അങ്ങ് പറഞ്ഞു വെക്കുന്നു. ഈ രായാവ് കളിക്കാണ് അടി കിട്ടിയത്, എന്നിട്ടും ഇവർ പാഠം പഠിക്കുന്നില്ല. എന്തായാലും CPI അങ്ങനെ പിണറായി വിജയനെയും CPM-നെയും ഭയക്കാൻ ഒട്ട് സൗകര്യമില്ല, നിങ്ങളുടെ രാജാവ് കളി അങ്ങ് AKG സെന്ററിൽ കൊണ്ട് വെച്ചാൽ മതി എന്ന ഒരു നിലപാടിലാണ് CPI നിൽക്കുന്നത്. കലഹത്തിന് ശരിക്കും വഴിവെച്ചത് ആരാണ്? അത് പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ കനത്ത പരാജയത്തിന് പിന്നാലെയായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI ഉന്നയിച്ചത്. മുന്നണിയിലെ കൂട്ടായ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നാണ് CPIയുടെ വിശദീകരണം. പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയാണ് പക്ഷേ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ടത് ഞാനാണ്, അത് കൊടുത്താൽ ഉപനേതാവ് വരും, CPIM നേതാവിന്റെ പേര് കൊടുക്കും എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. ഇതോടെയാണ് പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അധികാര പരിധിയിലുള്ള കാര്യമാണോ അതോ CPIയും CPM-ഉം ഉൾപ്പെടുന്ന മുന്നണി ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട രാഷ്ട്രീയ വിഷയമാണോ എന്ന ചോദ്യം ഉയർന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമായി തോന്നുമെങ്കിലും CPIയുടെ ലേഖനം ഉയർത്തുന്നത് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. വലിയ പാർട്ടിയായ CPM-ന് സ്വാഭാവികമായും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. എന്നാൽ മുന്നണിയിലെ മറ്റ് പാർട്ടികൾക്ക് തുല്യമായ രാഷ്ട്രീയ ബഹുമാനവും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിത്തവും ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാണ് CPIയുടെ വാദം. മറുവശത്ത് വർഷങ്ങളായി LDFന്റെ നേതൃത്വം CPM-നാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരവും
പ്രായോഗികപരവുമായ ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് CPM പക്ഷത്തിന്റെ വാദം. അതിനാൽ പദവിയുടെ അവകാശത്തിനപ്പുറം മുന്നണിയിലെ അധികാര സന്തുലനമാണ് തർക്കത്തിന്റെ കാതൽ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന കസേരയിൽ പിണറായി വിജയൻ അട്ടർ വേസ്റ്റ് ആണ് എന്ന് തുടക്കത്തിലെ നിയമസഭാ സമ്മേളനങ്ങൾ തന്നെ തെളിയിച്ചിരുന്നു. ഇതിനുശേഷമായിരുന്നല്ലോ CPM-ൽ തന്നെ ഒരു തർക്കം ഉടലെടുത്തത്. അതായത് പ്രതിപക്ഷ നേതാവ് കസേരയിൽ നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കണം, മറ്റൊരാളെ അവിടേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അതായത് പിണറായിക്ക് പിടിപ്പില്ല എന്ന് കണ്ടപ്പോൾ CPM-ൽ തന്നെ ഉയർന്ന ചർച്ചയാണത്. അങ്ങനെയാണ് KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് വരണം എന്നുള്ള വലിയ ആവശ്യം ഉയർന്നതും ബാലഗോപാൽ തനിക്കൊരു തിരിച്ചടിയാകുന്നു, തനിക്കൊരു തടസ്സമാകുന്നു എന്ന് പിണറായി കണ്ടതും പിന്നീട് ബാലഗോപാലിനെ ഒതുക്കാനുള്ള നീക്കമായിരുന്നു പിണറായി വിജയന്റെയും കൂട്ടരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇതിപ്പോൾ പിണറായി വിജയന് ഞാൻ തന്നെ ഭരിക്കും, പ്രതിപക്ഷ നേതാവാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കും, ഞാൻ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ധാർഷ്ട്യമാണ്. ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ധാർഷ്ട്യം പിണറായി വിജയൻ ഇവിടെ എടുക്കുകയാണ്. എന്നാൽ ഈ ധാർഷ്ട്യം ഞങ്ങൾക്ക് അംഗീകരിച്ച് തരാൻ കഴിയില്ല എന്നാണ് CPI പറയുന്നത്. ഇന്നിപ്പോൾ പിണറായിക്കും CPM-ന് നേരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തേക്ക് വരുന്ന CPI ഇത് കുറച്ച് മുൻപ് ചെയ്യേണ്ടതായിരുന്നു. 10 വർഷക്കാലത്ത് പിണറായി വിജയന്റെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഭരണകാലത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ശക്തമായി പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇത്രത്തോളം വലിയ തിരിച്ചടിയും തോൽവിയും ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ CPI തങ്ങൾക്കൊരു റോളുമില്ല എന്ന് കണ്ട ഘട്ടത്തിലാണ് ശക്തമായി പ്രതികരിച്ച് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ CPM-ഉം CPI-യും തമ്മിലുള്ള ആ പോര് ഗ്യാലറിയിൽ ഇരുന്ന് കണ്ട് രസിക്കുകയാണ് UDF. കാരണം ഒരവസരം കിട്ടിയാൽ ഈ പറയുന്ന ഇടതുപക്ഷത്ത് നിന്ന് CPI-യെ റാഞ്ചാൻ നോക്കിയിരിക്കുകയാണ് UDF-കാർ. മുൻപും കോൺഗ്രസിനൊപ്പം നിന്ന ഒരു ചരിത്രം CPI-ക്കുണ്ടല്ലോ. എന്തായാലും വരും കാലത്ത് കണ്ടറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പിണറായി വിജയന്റെ ധാർഷ്ട്യമാണെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ തന്നെയാണ് CPI-യുടെ തീരുമാനം. ഇപ്പോഴെന്തായാലും വലിയൊരു പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുന്നത് സത്യൻ മൊകേരിയുടെ ജനയുഗത്തിലെ ആ ലേഖനമാണ്. ആ ലേഖനം, അതിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് നോക്കാം. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ധാർമ്മികതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂ. ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമായ പൊതുലക്ഷ്യത്തിനു വേണ്ടി രൂപീകരിക്കുന്ന സംവിധാനമാണ് മുന്നണി. താൻ തീരുമാനിക്കും, എല്ലാം താനാണ് എന്ന ഭാവം മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് സഹായകരമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും യോജിച്ചതുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് LDF-ൽ കൂട്ടായ പ്രവർത്തനത്തിന് CPI മുന്നോട്ട് വെച്ചതാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. CPI-യുടെ നിർദ്ദേശം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതിനെയെല്ലാം മറികടന്ന് പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്തുകൊടുക്കേണ്ടത് ഞാനാണ്, അത് കൊടുത്താൽ ഉപനേതാവ് വരും, CPIM നേതാവിന്റെ പേര് കൊടുക്കും. പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യം രാഷ്ട്രീയ വിഷയമാണ്. പ്രതിപക്ഷ നേതാവിന് സ്വന്തം നിലയിൽ തീരുമാനിക്കാൻ കഴിയില്ല. CPIM തമ്മിൽ ചർച്ചകൾ നടന്നു വരികയാണ്. രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതൃത്വങ്ങളുടെ മുന്നിലുള്ള വിഷയവുമാണ്. CPIM ചർച്ചകളിൽ ഒന്നും തന്നെ പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുമില്ല. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ കത്ത് കൊടുക്കുമോ എന്ന് പറയാൻ പ്രേരിപ്പിച്ചത് എന്താണ്? പ്രേരണ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ല എന്ന് വ്യക്തമാണ്. LDF കൺവീനർ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി പ്രതിപക്ഷ ഉപനേതാവ് LDF യോഗം വിളിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. തുടർന്ന് LDF യോഗം വിളിക്കാനും മുന്നണിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിപക്ഷ നേതാവ് വിഷയം തടസ്സമാകേണ്ട എന്ന ധാരണയായി. LDF സംസ്ഥാന കമ്മിറ്റിയുടെ മുൻപിലും ആ വിഷയം ഇപ്പോൾ വരേണ്ട എന്നും ധാരണയുണ്ടായിരുന്നു. രണ്ട് പാർട്ടികളുടെയും ദേശീയ സംസ്ഥാന നേതൃത്വത്തിലുള്ള വിഷയം എന്ന നിലയിലാണ് കണ്ടത്. കേരള രാഷ്ട്രീയവും പ്രവർത്തനങ്ങളുമായി LDF സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ടയിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് 12 ജില്ലകളിലായി 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വിജയത്തിനായി കൂട്ടായി പ്രവർത്തിക്കുവാനും LDF-ന്റെ ജില്ലാ, മണ്ഡലം, പ്രാദേശിക തല സമിതികൾ ഓഗസ്റ്റ്, നവംബർ മാസങ്ങളിലായി ചേരുന്നതിനും മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തുവാനും ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വിജയം പരമാവധി ഉറപ്പുവരുത്തുന്നതിനായി കൂട്ടായി പ്രവർത്തനങ്ങൾ നടത്തണമെന്നും തീരുമാനിച്ചാണ് LDF യോഗം പിരിഞ്ഞത്. യോഗത്തിന്റെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവായിരുന്നു. മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം പ്രതിപക്ഷ നേതാവും വിശദീകരിച്ചു. തർക്കങ്ങൾ LDF-ന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകരുത് എന്ന ധാരണയിൽ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുമ്പോൾ
പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി ഏകപക്ഷീയമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് LDFനെ ശക്തിപ്പെടുത്താനാണോ? LDFനെ ദുർബലപ്പെടുത്താൻ ഉതകുന്ന പ്രസ്താവനയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ പ്രേരിപ്പിച്ചത് എന്താണ്? LDF എന്താണ്? മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും ധാർമ്മികതയും എന്താണ്? ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ യോജിച്ച പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം അനിവാര്യമാണ്. ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത ആവശ്യമാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അത്തരം സമീപനങ്ങൾ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും ധാർമ്മികതയെ ദുർബലപ്പെടുത്തും. കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി ഇടപെടാൻ ശ്രമിക്കുന്ന BJP സംഘപരിവാർ സംഘടനകൾക്കാണ് അത്തരം സമീപനങ്ങൾ സഹായകരമാകുക. CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ ധാർമ്മിക വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ കേരളം ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഇടതുപക്ഷ നിലപാട് ശക്തമായി ഉയർത്തിപ്പിടിച്ച് കേരളത്തിന് പിന്തുണ നൽകിയതാണ്. ഐക്യമുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം, മുന്നണികളിലെ പാർട്ടികളോട് എങ്ങനെ സമീപിക്കണം എന്നതെല്ലാം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ജനറൽ സെക്രട്ടറിയും മഹാനായ ലോക കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ജോർജ് ദിമിത്രോവ് 1935 മുന്നോട്ട് വെച്ചതാണ് മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നണി രാഷ്ട്രീയത്തിലൂടെ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചു. ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ വിജയം വരിച്ചത് മുന്നണി രാഷ്ട്രീയത്തിലൂടെയാണ്. ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം ഏറെയാണ്. മുന്നണി രാഷ്ട്രീയത്തിന്റെ ഏറെ അനുഭവമുള്ള സംസ്ഥാനമാണ് കേരളം. ദിമിത്രോവ് ആവർത്തിച്ചു പറഞ്ഞത്, മുന്നണി യജമാനൻ ഭൃത്യൻ തമ്മിലുള്ള ബന്ധമല്ല, പാർട്ടികൾ തമ്മിൽ തുല്യമായ പങ്കാളിത്തവും സഹകരണവുമാണ് പുലർത്തേണ്ടത്. തുല്യ പങ്കാളിത്തവും പരസ്പര ബഹുമാനവും ഉണ്ടാകണം. എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ സ്വാതന്ത്ര്യത്തെയും ആശയങ്ങളെയും മാനിക്കണം. തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാതെ ചർച്ചകളിലൂടെയും ധാരണകളിലൂടെയും എടുക്കണം. കമ്മ്യൂണിസ്റ്റുകാർ മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വത പ്രതിപക്ഷ നേതാവിനുണ്ടായില്ല എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. സത്യൻ മൊകേരി പങ്കുവച്ച ആ ലേഖനത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതിൽ എല്ലാത്തിലും പറയുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് തന്നെയാണ്. ഞാൻ തീരുമാനിക്കും, ഞാൻ തീരുമാനമെടുക്കും, ഞാൻ പറയും എന്നുള്ള ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ഒരു മുന്നണിയിൽ അത് വില പോകില്ല എന്ന് CPI ഇപ്പോൾ കടുപ്പിച്ചു പറയുന്നത്. എന്തായാലും CPI കട്ടക്കലിപ്പിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മുന്നണി ബന്ധത്തിന്റെ പേരിൽ പാർട്ടിയുടെ ആത്മാഭിമാനം പണയം വെച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗം. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ പക്വതയോടെ പ്രതികരിക്കണമെന്ന അഭിപ്രായവും ഒരു വിഭാഗം പങ്കുവയ്ക്കുന്നുണ്ട്. CPIയെ പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നും മറ്റ് നേതാക്കളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. ഇത് CPIയെ വല്ലാതെ ചൊടിപ്പിക്കുന്നു. പിണറായി വിജയന്റെ ഇത്തരം ശൈലികളും നിലപാടുകളും ഇനി ഏതായാലും അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന കടുത്ത തീരുമാനത്തിലേക്ക് CPI നേതൃത്വം എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കുണ്ടായ വൻ തിരിച്ചടിക്ക് പ്രധാന കാരണം പിണറായിയുടെ ഇത്തരം ഇടപെടലുകളാണെന്ന് CPI വിലയിരുത്തുന്നു. ഇത്ര വലിയ പരാജയം നേരിട്ടിട്ടും പിണറായിയുടെ ഭരണ നേതൃത്വ ശൈലിയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നത് തികച്ചും നിരാശാജനകമാണ് എന്ന് CPI വിലയിരുത്തുന്നു. ഇതിന്റെ ആദ്യപടിയെന്നോണം വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്താൻ CPI ആലോചിക്കുന്നുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. മുന്നണിയിൽ അർഹമായ പ്രാതിനിധ്യവും പരിഗണനയും ലഭിക്കാത്ത പക്ഷം സ്വന്തം ശക്തി തെളിയിക്കുക മാത്രമാണ് വഴിയെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. ഇത് മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് ഉയർന്നേക്കാം. കൂടാതെ നിയമസഭയ്ക്കുള്ളിൽ പ്രത്യേക ബ്ലോക്കായി ഇരുന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനെക്കുറിച്ചും CPI ആലോചിക്കുന്നുണ്ട്. LDFന്റെ സംസ്ഥാനതല യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനൊപ്പം പ്രാദേശിക തലം മുതൽ മുന്നണി സംവിധാനങ്ങളുമായി തൽക്കാലം സഹകരിക്കേണ്ടതില്ല എന്ന് ചില നേതാക്കൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതാണ്. ഭരണപരമായതും സംഘടനാപരവുമായ പ്രധാന സ്ഥാനങ്ങളെല്ലാം ഒരൊറ്റ പാർട്ടി തന്നെ കൈയടക്കി വെക്കുന്നത് മുന്നണി മര്യാദകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് ഘടകകക്ഷികളും പറയുന്നത്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ അർഹമായ പദവി ലഭിച്ചേ മതിയാകൂ എന്ന് CPI ഉറപ്പിക്കുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്ന സമീപനമാണ് CPMന്റെയും പിണറായി വിജയന്റെയും. ഇതിരു പാർട്ടികളും തമ്മിലുള്ള പരസ്യമായ വാക്പോരിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മുന്നണിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. പാർട്ടിക്കുള്ളിലെ വികാരം പൂർണ്ണമായും ഉൾക്കൊണ്ട് കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നാൽ അത് LDFൽ വൻ പിളർപ്പിന് തന്നെ വഴി തുറന്നേക്കാം. ഇതിപ്പോൾ ഇടതുപക്ഷത്ത് ഒരു പിളർപ്പുണ്ടാകുന്നതിനേക്കാൾ CPMൽ തന്നെ ഒരു പിളർപ്പിന് സാധ്യതയുണ്ട്. കാരണം പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ചവിട്ടി പുറത്താക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ വീണ്ടും ശക്തമാകുകയാണ്.
എന്നാൽ ഒരു പൊളിച്ചെഴുത്തിനും തയ്യാറല്ല, ഞങ്ങൾ തന്നെ ഭരിക്കും എന്നുള്ള നിലപാടിൽ പിണറായി നിൽക്കുമ്പോൾ CPM-ലും പൊട്ടിത്തെറിയാണ് നടക്കുന്നത്.